Welcome back to my channel. Distinction between reserve capital and capital reserve. BCom third semester corporate accounting ടെക്സ്റ്റിലെ നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് ഇത്. ക്യാപിറ്റൽ റിസർവ് എന്താണ്, റിസർവ് ക്യാപിറ്റൽ. സാധാരണ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. Distinction between reserve capital and capital reserve. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, it is that portion of uncalled capital which is capable of being called up for the purpose of winding up of the company. റിസർവ് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് വയ്ക്കുന്നു, കരുതി വയ്ക്കുന്നു. അതായത് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ആവശ്യമെങ്കിൽ കോൾ വിളിച്ച് അത് യൂട്ടിലൈസ് ചെയ്യാന്ന് കരുതി വയ്ക്കുന്ന ആ എമൗണ്ടിനെയാണ് ഇതെന്ന് പറയുക റിസർവ് ക്യാപിറ്റൽ. അതേസമയം ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് എമൗണ്ട് വിച്ച് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ നമ്മൾ കരുതി വച്ചിരിക്കുന്ന എമൗണ്ട് ആണ് ഇത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് പോയിന്റ്, റിസർവ് ക്യാപിറ്റൽ ഇസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ബാലൻസ് ഷീറ്റ്. റിസർവ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല. അതേസമയം ക്യാപിറ്റൽ റിസർവ് ഡിസ്ക്ലോസ് അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിൽ ക്യാപിറ്റൽ റിസർവ് കാണിക്കും. തേർഡ് പോയിന്റ്, റിസർവ് ക്യാപിറ്റൽ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. റിസർവ് ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അതേസമയം ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലോ ക്യാൻ ബി യൂസ്ഡ് ഡ്യൂറിംഗ് ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ലൈഫ് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, റിസർവ് ക്യാപിറ്റൽ കനോട്ട് ബി യൂസ്ഡ് ഫോർ ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ നടത്താൻ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എന്താണ് ബോണസ് ഇഷ്യൂ എന്നാലും ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ലാഭവിഹിതം ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം ഷെയർ ആയിട്ട് കൊടുക്കുന്നു, ഡിവിഡൻഡ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അതേസമയം ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യും? ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് റിയലൈസ്ഡ്. റിസർവ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നില്ല? റിയലൈസ് ചെയ്യുന്നില്ല. അതേസമയം ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ഈസ് ഓൾവേസ് റിയലൈസ്ഡ്. നെക്സ്റ്റ് പോയിന്റ്, റിസർവ് ക്യാപിറ്റൽ ഈസ് നോട്ട് നെസസറി ടു ക്രിയേറ്റ്. റിസർവ് ക്യാപിറ്റൽ, അതായത് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നോട്ട് നെസസറി, ആവശ്യമല്ല. അതേസമയം ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ് അല്ലാതെ ബിസിനസ് അടുത്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് നോർമൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ കമ്പനി ഫോർമേഷൻ സമയത്തൊക്കെ കിട്ടുന്ന ആ എമൗണ്ട് ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് നെസസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നെസസറിയാണ്. നെക്സ്റ്റ് പോയിന്റ്, റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റെസല്യൂഷൻ പാസ്സാക്കേണ്ടതാണ്. എ റെസല്യൂഷൻ ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് ക്രിയേഷൻ. അതായത് കമ്പനി മീറ്റിംഗിൽ ഒരു ഡിസിഷൻ എടുക്കണം. അതാണ് റെസല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെജോറിറ്റി അംഗീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ? റിസർവ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അവിടെ റെസല്യൂഷൻ, കമ്പനി മീറ്റിംഗിൽ റെസല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമില്ല. നോ റെസല്യൂഷൻ ഈസ് റിക്വയർഡ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ റിസർവ്. ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്.